ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മാധവേട്ടൻ്റെ മരണം കഴിഞ്ഞു. മാധവേട്ടൻ്റെ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടത്താനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുക. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് അടക്കം പറച്ചിൽ തുടങ്ങി. അപ്പോൾ കുറുപ്പമ്മാവനാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് മുൻനിരയിൽ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ ബോഡി എടുക്കണ്ടേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൂടി നിന്നവർ ചോദിച്ചപ്പോൾ എല്ലാം ചെയ്യണം, കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യണം, സേതു വന്നിട്ട് വേണമെന്ന് കുറുപ്പമ്മാവൻ പറഞ്ഞിട്ടങ്ങ് പോയി. അപ്പോൾ അവിടെ നിന്നവരൊക്കെ പറയാണ്, സേതു അങ്ങ് വരാനൊന്നും പോണില്ല, നീ അപ്പനും മോനും തമ്മിൽ നല്ല വഴക്കാണെന്ന്. അപ്പം അതും ശരിയാണെന്നും പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ പറയാട്ടോ. ഈ സമയത്ത് നമ്മുടെ പൂർണ്ണിമ ഇരുന്ന് കരയുന്നിടത്തേക്ക് കുറുപ്പമ്മാവൻ വന്നു. അപ്പോൾ പൂർണ്ണിമ മാധവൻ്റെ ബോഡി കഴുകുന്നതിന് മുൻപ് ചില കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യാനില്ലേ എന്ന് കുറുപ്പമ്മാവൻ ചോദിക്കുക. അതിന് സേതു ഇവിടെ എത്തണം എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രതാപൻ അങ്ങോട്ടേക്ക് വന്നു. സേതു തന്നെ കർമ്മം ചെയ്യണമെന്നുള്ളത് കുറുപ്പെന്തിനത്ര നിർബന്ധം പിടിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പം എൻ്റെ നിർബന്ധമൊന്നുമല്ല, മകനുണ്ടെങ്കിൽ അച്ഛൻ്റെ മരണാനന്തര കടമകൾ അല്ലെങ്കിൽ ചടങ്ങുകൾ ഇതൊക്കെ ഒരു മകൻ ചെയ്യണമെന്നുള്ളത് നാട്ടുനടപ്പാണെന്ന് പറയുമ്പം, അളിയൻ ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾ ഈ പറയുന്ന മകൻ അളിയനോട് കാണിച്ചതൊക്കെ നാട്ടുനടപ്പുള്ള കാര്യങ്ങളായിരുന്നോ എന്ന് ചോദിക്കുന്നു പ്രതാപൻ. ഇതൊക്കെ കേട്ടിങ്ങനെ വിഷമിച്ചിരിക്കുക പൂർണ്ണിമ. അളിയൻ അറ്റാക്കൊന്ന് മരിക്കാൻ തന്നെ കാരണക്കാരൻ അവൻ ഒറ്റ ഒരുത്തനാണെന്ന് പറഞ്ഞ് പ്രതാപൻ ഇങ്ങനെ പറയുമ്പോഴും പൂർണ്ണിമ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ശരിയാ, അവനെ കൊണ്ട് കർമ്മം നടത്തിയാൽ മാധവേട്ടൻ്റെ ആത്മാവിന് ഒരിക്കലും മോക്ഷം കിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ്റെ ഭാര്യ അവിടെ നിന്നിങ്ങനെ പറയുന്നു. അപ്പോഴേക്കും മക്കളും 3 പേരും കൂടി അങ്ങോട്ടേക്ക് വന്നു. ആ സമയത്ത് അച്ഛൻ്റെ കർമ്മങ്ങളെ ഇവർ നടത്തിക്കോളും, പോരെങ്കിൽ ഞാനും ഉണ്ട് ഇവിടെ, അളിയൻ്റെ കർമ്മങ്ങൾ ഞാൻ നടത്തുന്നത് അളിയന് സന്തോഷമുള്ള കാര്യമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് പ്രതാപം പറയുക. എന്തായാലും സേതുവിനെ കൊണ്ട് കർമ്മങ്ങൾ നടത്താൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് പ്രതാപം പറഞ്ഞപ്പം, ഞാനും ജീവിച്ചിരുന്നപ്പോൾ എൻ്റെ അച്ഛനെ വേദനിപ്പിച്ച മകൻ അച്ഛൻ്റെ കർമ്മങ്ങൾ ചെയ്യണ്ട എന്ന് മൃദുവും പറഞ്ഞു. ഇത് കേട്ട് പൂർണ്ണിമ ഭയങ്കര കരച്ചില. അപ്പോഴേക്കും പൂർണ്ണിമയുടെ അഭിപ്രായം എന്താണെന്ന് കുറുപ്പമ്മാവൻ ചോദിച്ചു. അപ്പം ഞങ്ങളുടെ അഭിപ്രായം തന്നെയാണ് അമ്മയ്ക്കും, അല്ലേ അമ്മേ എന്ന് മൃദു ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കുറുപ്പമ്മാവൻ അങ്ങോട്ടേക്ക് പോകുമൊന്നും മിണ്ടാതെ പെട്ടെന്ന് കുറുപ്പേട്ട എന്നും പറഞ്ഞ് പൂർണ്ണിമ ഇങ്ങനെ വിളിച്ചു. സേതുവിനോട് വരാൻ പറയാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ അമ്മേ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കുക കേട്ടോ. സേതുവിനോട് വരാൻ പറ കുറുപ്പേട്ട, അവൻ വേണം മാധവേട്ടൻ്റെ കർമ്മങ്ങൾ ചെയ്യാനെന്ന് പറയുമ്പം ശരിയെന്നും പറഞ്ഞു കുറുപ്പേട്ടൻ അങ്ങ് പോയി. ഞാൻ അവനെ വിളിക്കാം എന്നും പറഞ്ഞു. അപ്പോൾ ചേച്ചി ഇത് എന്തു ഭാവിച്ചാ? അവനെങ്ങാനും ആ നേട്ടൻ്റെ കർമ്മങ്ങളെല്ലാം നടക്കാമെന്ന് വിചാരിക്കണുണ്ടോ? അത് മംഗളമായിട്ട് നടക്കില്ല. മരിച്ചാലും അളിയന് സമാധാനം വേണ്ട എന്നുള്ളതാണ് നിങ്ങളുടെയൊക്കെ തീരുമാനമെങ്കിൽ അവൻ വരട്ടെ, വന്ന് വായിക്കരി ഇട്ടിട്ട് പോട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ട് പ്രതാപനും തുള്ളിച്ചാടി അങ്ങോട്ടേക്ക് പോയി. പ്രതാപൻ തുള്ളിച്ചാടി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചു ആണെന്നുണ്ടെങ്കിൽ നേരെ അമ്മയ്ക്കരികിലേക്ക് ചെന്നു. എന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുക. അതുപോലെ തന്നെ അവർ അനിയത്തിമാരും കരയുന്നു. ഇതൊക്കെ കണ്ടിട്ടോ പിന്നെയെന്നും പറഞ്ഞുകൊണ്ട് പ്രതാപൻ്റെ കെട്ടികൾ അങ്ങ് പോവുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സേതുവിനെ. സേതു നമ്മുടെ പൂർണ്ണിമ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ ഇരുന്ന് ആലോചിക്കുക. ഇപ്പോൾ ശാപവാക്കായിട്ടല്ല എന്നൊക്കെ ആ ഒരു രീതിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കുറുപ്പമ്മാവൻ സേതുവിൻ്റെ കൂട്ടുകാരൻ്റെ ഫോണിലേക്ക് വിളിച്ചു. ഫോൺ സേതുവിന് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു, പല്ലവി അടക്കം എല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ കുറുപ്പമ്മാവനാണെന്ന് പറഞ്ഞുകൊണ്ട് സേതുവിൻ്റെ കയ്യിലേക്ക് അവർ ഫോൺ കൊടുത്തു. അപ്പോൾ ഹലോ എന്ന് വിളിച്ചപ്പോൾ എടാ സേതു നീ ഇങ്ങോട്ട് വരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. എന്താടാ ഇത്, നീ എന്ത് ഇങ്ങനെയായിപ്പോയത്? മരിച്ചു കിടക്കുന്നത് നിന്റെ അച്ഛനാ, നീ എന്താ അത് ചിന്തിക്കാത്തെ? അപ്പോൾ അച്ഛൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ മകനായി നീ ഇവിടെ വേണ്ടേ? മര്യാദയ്ക്ക് നീ ഇങ്ങോട്ട് വരാൻ നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ വരില്ല എന്നാണ് സേതു പറഞ്ഞത്. കുറുപ്പമ്മാവൻ വെറുതെ എന്നെ നിർബന്ധിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ കുറുപ്പമ്മന് ദേഷ്യം വന്നു. അപ്പോഴേക്കും ഇങ്ങനെയൊന്നും പറയരുത്, അവിടെ മരിച്ചു കിടക്കുന്നത് സേതുവേട്ടൻ്റെ അച്ഛനാ, സേതുവേട്ടൻ അവിടെ പോകണമെന്ന് പറഞ്ഞപ്പം ആരെന്നോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ആ വീട്ടിൽ ഞാൻ കാലെടുത്ത് കുത്തില്ല എന്ന് തന്നെ സേതു പറഞ്ഞു. അത് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ തീരുമാനിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ പ്ലീസ് സേതുവേട്ടൻ്റെ കൂടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സേതുവേട്ടൻ ആ തീരുമാനം മാറ്റണമെന്ന് പല്ലവി സേതുവിനോട് തറപ്പിച്ചു പറയണം. അപ്പോൾ പോയിട്ട് വാ സേതുവേട്ടാ എന്ന് പറഞ്ഞ് നമ്മുടെ പല്ലവിയുടെ കൂട്ടുകാരിയും പറഞ്ഞു കേട്ടോ. അപ്പോൾ സ്നേഹയും കൂടെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും തുള്ളിച്ചാടി അകത്തേക്ക് കയറി പോകുന്നു സേതു അകത്തേക്ക് കയറിപ്പോയി അവിടെ ഇരുന്നൊരു കുപ്പിയിൽ എടുത്ത് മുഴുവൻ ഇങ്ങനെ മാക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കുടിച്ചു. അപ്പോൾ സേതു നീ എന്തീ കാണിക്കുന്നതെന്നൊക്കെ കൂടെയുള്ളവർ ചോദിച്ചു. അപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ കണ്ടോ എന്നും പറഞ്ഞു. വാടാന്ന് പറഞ്ഞു തുള്ളിച്ചാടി അവിടെ നിന്ന് സേതു അങ്ങ് പോണു. ഈ സമയത്ത് അച്ഛൻ്റെ ബോഡിക്ക് ചുറ്റിനും വരുന്ന അവരെല്ലാവരും ഭയങ്കര കരച്ചില്ല. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പൂജാരി വന്നു. ചടങ്ങുകളും കാര്യങ്ങളൊക്കെ തുടങ്ങണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ കർമ്മം നടത്തണമെന്ന് പറഞ്ഞപ്പം നടത്താം, മകൻ ഇപ്പോൾ തന്നെ വരുമെന്ന് പറഞ്ഞപ്പോൾ കർമ്മം നടത്തേണ്ട സമയങ്ങളായി അതാ കേട്ടോ എന്ന് പൂജാരി പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കർമ്മങ്ങൾ തുടങ്ങിക്കോ, അവൻ എത്തിയില്ലെങ്കിൽ അളിയനെ കർമ്മങ്ങൾ ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞ് പ്രതാപൻ അങ്ങ് വന്നു. അപ്പോൾ അളിയനല്ല മകൻ തന്നെയാണത് ചെയ്യേണ്ടതെന്ന് ആ പൂജാരിയും പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി. ആ സമയത്ത്
ആ തലതിരിഞ്ഞവനെങ്ങാനും വരുമെന്ന് പ്രതാപൻ ചോദിച്ചപ്പം വരും എന്ന് കുറുപ്പമ്മാവൻ പറഞ്ഞു. എന്നിട്ട് ഇവരെല്ലാവരും സേതുവിനെ പ്രതീക്ഷിച്ച് നിൽക്കുക. സേതു അന്നേരത്തേക്ക് ഇവിടേക്ക് വരുന്നു. അവർ വണ്ടിയിൽ വന്നു. ഇറങ്ങിയപ്പോഴത്തേക്കും കുറുപ്പമ്മാവൻ ഓടിച്ചെന്നു. അതും 4 കാലയിലാണ് സേതു ചെല്ലുന്നത്, തലയ്ക്ക് വെളിവില്ലാതെ. മോനെ നീ വന്നോ, നീ വാടാ വാന്നും പറഞ്ഞുകൊണ്ട് സേതു നിന്നപ്പോഴത്തേക്കും സേതുവിനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുക കുറുപ്പമ്മാവൻ. എന്നിട്ട് സേതു അങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും തലയ്ക്ക് വെളിവില്ലാതെ അല്ലേ ചെന്ന് അവിടെ തട്ടി ഇവിടെ തട്ടി ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ കുടിച്ച ആ ഒരു ഇതിൽ. ഈ സമയത്ത് പ്രതാപന് സന്തോഷമായി. പ്രതാപൻ അവിടെ നിന്ന് ചിരിക്കുന്നു. അച്ഛന് വായിക്കരിടാൻ വന്ന വായി നോക്കി മകൻ്റെ വരവേതായാലും കൊലക്കി എന്നും പറഞ്ഞ് പ്രതാപനും അകത്തേക്ക് കയറി ചെല്ലുന്നു. അങ്ങനെ അച്ഛൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഇതിലേക്ക് കൈയൊക്കെ വെച്ച്, ബോഡി ഇരിക്കുന്ന ഫ്രീസറിലേക്ക് കൈയൊക്കെ വെച്ച് നമ്മുടെ സേതു ഇങ്ങനെ നിൽക്കുന്നു. ഇവരെല്ലാവരും അങ്ങനെ നോക്കുക. അങ്ങനെ അച്ഛൻ്റെ മുഖത്ത് നോക്കി കുറേ നേരം നിന്നു. അച്ഛൻ്റെ കർമ്മം നടത്താൻ വന്ന കോലം കണ്ടില്ലേ എന്ന് ഋതു വന്നിട്ട് അവിടെ നിന്ന് ഗൗരിയോട് പറയുന്നു. ആ സമയത്ത് തൊട്ടരികിൽ നിന്ന് പൂജാരി പറയുകയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. എന്നിട്ട് പിന്നെ കുറുപ്പമ്മാവൻ തന്നെ സേതുവിനെ വിളിച്ചുകൊണ്ട് പോണു. ബാക്കിയുള്ളവരെല്ലാവരും അവിടെ നോക്കി നിൽക്കുക. ഈ സമയത്ത് സേതുവിൻ്റെ മനസ്സിൽ അച്ഛനുണ്ട്. ആളാകെ തകർന്നു നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞു. എടാ, സേതുവേട്ടൻ നഷ്ടമായിരിക്കുന്നത് സേതുവേട്ടൻ്റെ അച്ഛനെയാണ്. ആ ഒരു വേദന എന്താണെന്ന് ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ എന്ന് അവർ പരസ്പരം പറയുന്നു. ഈ സമയത്ത് അപ്പുറം പോയി തോർത്തുമുണ്ടുടുത്ത് തലയിലൂടെ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ സേതു ചെയ്യേണ്ട കാര്യങ്ങൾക്കെല്ലാം വന്ന് നിൽക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ മാധവൻ്റെ ബോഡി എടുത്ത് പുറത്തേക്ക് വെച്ചു. പിന്നെ വേണ്ടുന്ന ചടങ്ങുകളും കാര്യങ്ങളെല്ലാം നടത്തുവാണ്. അപ്പോഴേക്കും ഇവരിവിടെ കിടന്ന് വാവിട്ട് കരയും അച്ചാന്നും വിളിച്ച്. എന്നിട്ട് അങ്ങനെ ആ ഒരു ശ്മശാനത്തിലേക്ക് നമ്മുടെ മാധവനെ കൊണ്ടുപോയി. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന പൂർണ്ണിമയാട്ടോ. പൂർണ്ണിമ ഇങ്ങനെ അവിടെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അച്ചു അങ്ങോട്ടേക്ക് ചെന്നു. അമ്മയ്ക്ക് അരികിലേക്ക് ഇരിക്കുക. അപ്പോൾ പൂർണ്ണിമ ഭയങ്കര കരച്ചിലാണ്. തളർന്നിരിക്കുന്ന അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ അമ്മയ്ക്ക് തണലായിട്ട് അച്ചു കൂടെ തന്നെയുണ്ട്. അപ്പോൾ അമ്മ കരഞ്ഞോ, സങ്കടം തീരുന്നത് വരെ അമ്മ കരഞ്ഞോളാൻ അച്ചുമോള് പറയുക. പക്ഷേ നാളെ മുതൽ അമ്മയുടെ കണ്ണുകളിൽ സങ്കടം ഉണ്ടാകാൻ പാടില്ല എന്നും അമ്മയ്ക്ക് അറിയാമല്ലോ. അമ്മയുടെ കണ്ണ് നിറഞ്ഞാൽ അച്ഛനത് സങ്കടമാകുമെന്ന് അച്ചു പൂർണ്ണിമയോട് പറയണു. അതൊക്കെ കേട്ട് പൂർണ്ണിമ നെഞ്ചു പൊട്ടി കരയോ കേട്ടോ. അമ്മ കരയാതെ അമ്മേ, അമ്മ കരയല്ലേ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറ്റുന്നില്ല മോളെ, സഹിക്കാൻ പറ്റണില്ല എന്ന് പറയണ പൂർണ്ണിമയോട് അറിയാം. പക്ഷെ അമ്മ ഇവിടെ ധൈര്യം കാണിച്ചേ മതിയാകൂ. അമ്മ കൂടി തളർന്നു പോയാൽ ഇനി ഞങ്ങൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ ഇവിടെ തളർന്നു പോയാൽ ഞങ്ങളും തളർന്നു പോകുമെന്നും പറഞ്ഞുകൊണ്ട് അച്ചു ഇങ്ങനെ പറയുന്നു. അമ്മേ, അച്ഛൻ ഇനി നമുക്കൊപ്പം ഇല്ല, അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവത്തുള്ളൂ. ആ യാഥാർത്ഥ്യമായിട്ട് നമ്മളൊന്ന് പൊരുത്തപ്പെടണം അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പൊന്നുമടത്തിൽ അച്ഛനില്ലാത്ത ശൂന്യത ഉണ്ടാകരുത്. അച്ഛൻ ബിസിനസ് സംബന്ധമായ എന്തോ ഒരു ആവശ്യത്തിന് ദൂരേക്ക് എവിടേക്കോ പോയി. അങ്ങനെ നമ്മൾ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ പൂർണ്ണിമയ്ക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല മോളെ എന്ന് പറഞ്ഞ് കരയുമ്പോൾ, കഴിയണം, അത് കഴിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞ് കരഞ്ഞ് തളർന്നിരിക്കുന്ന അമ്മയെ കാണുന്നത് അച്ഛൻ്റെ ആത്മാവിന് പോലും സങ്കടമാകും അമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലാട്ടോ. അങ്ങനെ മാധവേട്ടൻ്റെ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ നമ്മുടെ അച്ചു അമ്മയെ സമാധാനിപ്പിച്ച് കെട്ടിപ്പിടിക്കും. ഈ സമയത്ത് എല്ലാം കഴിഞ്ഞ് നമ്മുടെ സേതു അവിടുത്തെ സോഫയിൽ തന്നെ കിടന്നുറങ്ങിപ്പോയി. അപ്പോൾ കുടിക്കാൻ ഒരു ഇച്ചിരി വെള്ളം എടുത്തപ്പോൾ നോക്കിയപ്പോൾ കുപ്പിയിൽ വെള്ളമില്ല. അപ്പോഴാണ് ഋതു അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ സേതു അവിടെ കിടക്കുന്നത് കണ്ടു. അപ്പോൾ സേതുവിനെ കണ്ടപ്പം ഋതുവിന് ഭയങ്കര കലിപ്പ്. തുള്ളിച്ചാടി, അച്ഛൻ മരിച്ചതാണെൻ്റെ ഇതൊന്നും ഇല്ല ഋതുവിന്. എന്നിട്ട് നേരെ ചെന്നിട്ട്, ഹലോ, അച്ഛൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു, ഇനി നിങ്ങളിവിടെ നിൽക്കണമെന്നില്ല, പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഋതു പറയുമ്പം, ഓ പോവാ എന്നും പറഞ്ഞ് നമ്മുടെ സേതു പോകാൻ തന്നെ എഴുന്നേറ്റതെന്ന് പറഞ്ഞപ്പം, എന്നാൽ സമയം കളയണ്ട, വേഗം പോകാൻ നോക്ക്, നിങ്ങളിവിടെ നിൽക്കുന്നതേ ഞങ്ങൾക്ക് നാണക്കേടാണെന്ന് ഋതു പറയുന്നത് കേട്ടപ്പം, അതുപോലെ എനിക്ക് നാണക്കേടാ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു സേതു. ഞാനിവിടെ നിൽക്കുന്നതും ചാണകത്തിൽ ചവിട്ടുന്നതും ഒരുപോലെയാണ്, അത്രയ്ക്ക് വെറുത്തുപോയൊരു വീടാ ഈ പൊന്നുമടം എന്ന് പറഞ്ഞ് നമ്മുടെ സേതു പറഞ്ഞപ്പം, ഞങ്ങളുടെ കുടുംബത്തെ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ വിധം മാറുമെന്ന് പറഞ്ഞു ഋതു. അപ്പം ചൂടാകാതെ, നിന്റെ കുടുംബ പേര് പറഞ്ഞപ്പോൾ നിനക്ക് ഇത്രയ്ക്ക് ചോര തിളയ്ക്കുന്നുണ്ടെങ്കിലേ നിന്റെ അമ്മ ഉൾപ്പെടെയുള്ള എല്ലാ കുടുംബക്കാരുടെ വിശേഷങ്ങൾ കേട്ടാലേ നീ ഇവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുവല്ലോ എന്ന് പറഞ്ഞു. എന്താടി ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചപ്പം, പറയടോ താൻ പറയാൻ പറഞ്ഞു ഋതു ദേഷ്യപ്പെട്ടപ്പം. വേണ്ട, അത് കേട്ടാലേ നിന്റെ കാതടിച്ചു പോകുമെന്ന് പറഞ്ഞു സേതു. അച്ഛനെ അടിച്ചു പോയതിൻ്റെ പിന്നാലെ കാതും കൂടെ അടിച്ചു പോയാലേ ചിലപ്പോൾ നീ താങ്ങില്ലെന്നും പറഞ്ഞ് സേതു പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാം. സേതു അങ്ങ് പോയപ്പോഴത്തേക്കും കുറുപ്പമ്മാവൻ അങ്ങ് വന്നു. നീ എഴുന്നേറ്റോ? ഞാൻ നേരത്തെ വന്ന് നോക്കുമ്പോൾ നീ നല്ല ഉറക്കമായിരുന്നു, ശല്യം ചെയ്യേണ്ടെന്ന് കരുതിയാ വിളിക്കാതിരുന്നതെന്ന് പറഞ്ഞപ്പം അതേതായാലും നന്നായെന്ന് പറഞ്ഞു സേതു. അല്ല, നീ ഇതങ്ങോട്ട് പോവാ? ഞാൻ വീട്ടിലോട്ട് പോകുന്നു. എന്താ പോവണ്ടേന്ന് ചോദിച്ചപ്പം, എടാ നീ പോവാൻ പാടില്ല. പാടില്ലേ? അതെന്താ? മാധവ മേനോൻ്റെ ചിത കത്തി തീർന്നല്ല, ആ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് ഞാൻ കരുതിയതാ. പക്ഷേ ഇന്നലെ അടിച്ച മദ്യത്തിൻ്റെ കെട്ടുവിട്ടില്ല, അതാ സമയത്തിന് ഇറങ്ങാൻ പറ്റാതെ പോയത്. ഇനി സമയം കളയുന്നില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോകുമ്പം, എടാ നീ മാധവൻ്റെ മകനാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുറുപ്പമ്മാവൻ പറഞ്ഞു. ചിതയ്ക്ക് കൊള്ളി വെച്ചതുകൊണ്ട് മാത്രമായില്ല, ഇനിയുള്ള 16 ദിവസങ്ങൾ കൂടി ബാക്കി കർമ്മങ്ങൾ നീ ഇവിടെ ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പം
ഇനിയുള്ള കർമ്മങ്ങളൊക്കെ നിങ്ങൾ തന്നെ അങ്ങ് ചെയ്താൽ മതി, എന്നെ നോക്കണ്ടെന്ന് പറഞ്ഞു നമ്മുടെ കുറുപ്പമ്മാവനോട് സേതു. അയാൾ പോട്ടെ കുറുപ്പങ്കൾ, അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ സ്വസ്ഥത കൊടുക്കാത്ത മകൻ കർമ്മങ്ങളൊന്നും ചെയ്യാൻ നിൽക്കാത്തത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞു ഋതു. അപ്പം അങ്ങനെയൊന്നും പറയരുത് മോളെ. മരിച്ച ആളിൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടുന്ന ചടങ്ങുകൾ ചെയ്യാൻ 16 ദിവസവും സേതു ഇവിടെ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ 16 ദിവസം പോയിട്ട് 16 സെക്കൻഡ് പോലും ഞാൻ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇത്ര നിന്ന് തന്നെ വലിയ കാര്യമായിട്ട് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ, എടാ നീ പോകരുത്, ബലിയൊക്കെ ഇടാനുള്ളതാണെന്ന് പറഞ്ഞു. ബലിയല്ല, ബാഹുബലി എന്ന് പറഞ്ഞാൽ ഞാൻ പോകുമെന്നും പറഞ്ഞു. സേതു അങ്ങ് പോകുമ്പം, സേതു നീ പോവല്ലേ, നീ അവിടെ നിന്നേ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു കുറുപ്പാമ്മ പിന്നാലെ ചെല്ലുമ്പോൾ, എന്തിനാ അങ്കിൾ അയാളുടെ കാല് പിടിക്കുന്നതെന്ന് ചോദിച്ചു. അയാളുടെ അഹങ്കാരം കാണിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്ത് തന്നെ ആയാലും മാധവൻ അവസാനമായി കാണണമെന്ന് പറഞ്ഞാൽ അത് സേതുവിനെ തന്നെയല്ലേ എന്ന് ചോദിച്ചു. അവനെ മാധവൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ അത് പറഞ്ഞത്. അത് മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാകുമെന്നും കുറുപ്പമ്മാവൻ തറപ്പിച്ചു പറയുക. അതുകൊണ്ട് തന്നെ സേതു തന്നെ കർമ്മങ്ങൾ ചെയ്താലേ മാധവൻ്റെ ആത്മാവിന് സന്തോഷം ആവത്തുള്ളൂ, അതെനിക്കറിയാമെന്ന് പറഞ്ഞ് കുറുപ്പമ്മാവൻ അവിടെ നിന്ന് പോയി. ഋതുവിന് ഭയങ്കര കലിപ്പ്. ഋതു ഇങ്ങനെ ദേഷ്യം പിടിച്ച് അവിടെ അങ്ങനെ നിൽക്കുക. ഈ സമയത്ത് നമ്മുടെ സേതു വീട്ടിലോട്ട് ചെന്നു. സേതു വീട്ടിലോട്ട് ചെന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അതൊരു കുപ്പി വെള്ളമൊക്കെ മേടിച്ചിട്ട് കുറേ മടമടാന്ന് കുടിച്ചു. നീ എന്താണ് ഈ കാണിക്കുന്നത്? എടാ മരിച്ചതും അത് നിൻ്റെ അച്ഛനാ, അവിടുത്തെ കർമ്മങ്ങൾ ചെയ്യേണ്ടത് നീയാ, അതുവരെ നീ അവിടെ നിൽക്കേണ്ടതല്ലേ എന്നൊക്കെ കൂടെയുള്ളവർ ചോദിച്ചു. അച്ഛൻ്റെ ചിത കത്തി തീരുന്നതിന് മുന്നേ അവിടെ നിന്ന് ഇറങ്ങുന്ന ദോഷമാണെന്ന് പറഞ്ഞപ്പം, സാരമില്ല ഞാൻ സഹിച്ചു എന്ന് പറഞ്ഞു സേതു. സേതുവേട്ടൻ്റെ ഈ സംസാരം പെരുമാറ്റമൊക്കെ ഉണ്ടല്ലോ, അച്ഛൻ്റെ ആത്മാവിന് പോലും ഇഷ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പം, ഇഷ്ടമാവരുത്, എന്നോടും എൻ്റെ അമ്മയോടും ചെയ്തത് ഓർത്ത് മാധവമേനോൻ്റെ ആത്മാവ് കരയണമെന്ന് പറഞ്ഞപ്പം, അച്ഛൻ മരിച്ചിട്ടും അച്ഛനോടുള്ള ദേഷ്യം സേതുവേട്ടൻ്റെ മനസ്സിൽ നിന്ന് പോയില്ലേ എന്ന് ഇവർ ചോദിക്കുമ്പോൾ, അത് പോണെങ്കിലേ ഞാനങ്ങ് മേലോട്ട് പോകണമെന്ന് നമ്മുടെ സേതു ഇവരോട് പറയുകയും ചെയ്തു. നീ എന്താടാ സേതു ഇങ്ങനെ, മരിച്ചാലും മാറാത്ത ശത്രുത ഉണ്ടോടാന്നൊക്കെ ചോദിച്ചപ്പോൾ, ഇപ്പോൾ ഉണ്ടെന്ന് മനസ്സിലായില്ലേ, ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളാൻ പറഞ്ഞു ഇവരോട് സേതു. എടാ ഇവിടെ കഴിക്കാൻ വല്ല ഇരിപ്പുണ്ടോ? നല്ല വിശപ്പുണ്ട്, എനിക്ക് വല്ലതും വേണം. എൻ്റെ അച്ഛൻ മരിച്ച സമയത്തെ എനിക്ക് പച്ച വെള്ളം പോലും കുടിക്കാൻ തോന്നിയിട്ടില്ല, അത്രയ്ക്ക് സങ്കടം ഉണ്ടായിരുന്നു എന്നൊക്കെ അവർ പറയുമ്പം, അതും ഇത്രയേട്ടൻ്റെ അച്ഛൻ, അത് മക്കളോടും കുടുംബത്തിനോടും ഭാര്യയോടൊക്കെ സ്നേഹമുള്ള നല്ലൊരു അച്ഛനായിരുന്നു. എൻ്റെ അച്ഛൻ അങ്ങനെ ആയിരുന്നില്ലെന്നും പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പല്ലവി അങ്ങോട്ടേക്ക് വന്നു. പല്ലവി അങ്ങ് വന്നപ്പോൾ, സേതുവേട്ടാ എന്നെ കുറുപ്പമ്മ വിളിച്ചെന്നും പറഞ്ഞാൽ വരുന്നത്, അച്ഛൻ്റെ 16 കഴിയുന്നത് വരെ സേതുവേട്ടൻ പൊന്നുമടത്തിൽ വേണമെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളത് ഇവനോട് പറഞ്ഞു, പക്ഷേ ഇവനത് മനസ്സിലാവണ്ടേ എന്നും ഇതും പറഞ്ഞപ്പോൾ, ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇനി അങ്ങോട്ടില്ല എന്ന് സേതു തറപ്പിച്ച് വീണ്ടും പറയുക. എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആൾ ജീവിച്ചിരുന്നപ്പോഴേ എനിക്ക് അങ്ങോട്ട് പോകാനേ ഇഷ്ടമുണ്ടായിരുന്നില്ല, പിന്നെയല്ലേ മരിച്ചപ്പം ആ വീടിനെ ഞാൻ കാണുന്നത് ചെകുത്തവൻ്റെ കോട്ടയായിട്ടാണെന്ന് നമ്മുടെ സേതു തറപ്പിച്ചു പറയുകയും ചെയ്തു. പല്ലവി ചേച്ചി, അച്ഛൻ മരിച്ചിട്ടും സേതുവേട്ടൻ്റെ ദേഷ്യമൊന്നും മാറുന്നില്ല, ഒന്നുമില്ലെങ്കിലും ആ അച്ഛൻ്റെ ചോരയാണ് ഈ ദേഹത്തിലൂടെ ഓടുന്നതെന്നെങ്കിലും ചിന്തിക്കേണ്ടതെന്ന് ചോദിച്ചപ്പം, എടാ നീ വലിയ വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ വല്ലതും കഴിക്കാനുണ്ടാക്കാൻ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അവിടെയുള്ള ആരും എന്നോട് കുടിച്ചോന്നോ വെള്ളം കുടിച്ചോന്നോ അല്ല ഒന്നും ചോദിച്ചില്ല, വിശന്ന മനുഷ്യൻ്റെ പ്രാണം പോവുകയാണെന്നൊക്കെ പറഞ്ഞു. വിശപ്പിനേക്കാളും വലുതല്ല ഒരു രക്തബന്ധവും എന്നൊക്കെ പറഞ്ഞപ്പം, സേതുവേട്ടൻ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു പല്ലവി. അപ്പോൾ എന്തായാലും മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഹരി അടുക്കളയിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ, കുറച്ച് റവ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു പല്ലവി അടുക്കളയിലോട്ട് പോകണം. അടുക്കളയിൽ ചെന്നു പെട്ടെന്ന് തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കി നമ്മുടെ സേതുവിന് കൊടുക്കാനായിട്ടൊക്കെ നോക്കുന്നു. അങ്ങനെ ഉണ്ടാക്കി സേതുവിനെ കഴിക്കാൻ വിളിക്കുന്നു. അങ്ങനെ നമ്മുടെ പല്ലവി ഇങ്ങനെ കൊണ്ട് വെച്ചു. ആ സമയത്ത് ഇവരുടെ ഈ ഒരു ഇതൊക്കെ, അതായത് പല്ലവി സേതുവിന് ഓരോന്നുണ്ടാക്കി കൊടുക്കുന്നു, അത് നമ്മുടെ സേതു ഇരുന്ന് കഴിക്കുന്നു. ഇതൊക്കെ അപ്പുറം മിഥുനും കൂട്ടുകാരനും കൂടെ നോക്കി ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. ആ സമയത്ത് നമ്മുടെ സേതുവിൻ്റെ അരികിൽ ഇവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു. വയറ് നിറയെ നമ്മുടെ സേതു വാരി വാരി കഴിക്കും കേട്ടോ. അപ്പോൾ എന്നെ വഴക്കൊന്നും പറയരുത്, ഞാനൊരു കാര്യം പറഞ്ഞത് അനുസരിക്കുമോ എന്ന് പല്ലവി സേതുവിനോട് ചോദിക്കുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. അത് ആഹാരം കഴിച്ചിട്ട് സേതുവേട്ടൻ പൊന്നുമടത്തിലേക്ക് പോവുമോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സേതു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്.